Hi, my dear Oval Kuttigal. I am your Batman agent, and this is നട്ടപ്പാതിര വീഡിയോ. ആംഗിൾ തെറ്റിപ്പോയി, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഉണ്ണി മുകുന്ദൻ ആൻഡ് ദ മാനേജർ, അത് തന്നെയാണ് വിഷയം. ഓക്കെ, അപ്പോൾ അത് കുറച്ച് അധികം ലെവലിൽ എസ്കലേറ്റ് ആയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ഒരു ദിവസം കുറച്ചൊന്ന് സട്ടിലായിട്ടിരുന്നു ഉണ്ണി മുകുന്ദൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക്. ഇപ്പം വീണ്ടും കയറി കത്തിക്കൊളത്തി തുടങ്ങിയിട്ടുണ്ട്. ടൈംസ് നൗവിലൊക്കെ ഇന്ന് വിപിൻ പോയിട്ട് വിപിൻ്റെ വേർഷൻ പറയുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനിടയിൽ പോലീസുകാർ തെളിവില്ല, അതായത് CCTV തെളിവില്ല എന്ന് പറഞ്ഞൊരു വേർഷൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട്, പഞ്ച് കിട്ടിയിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്, അതുറപ്പാണ്. കണ്ണട വെറുതെ വീണ് ഒട്ടുമില്ല, അടി എന്തായാലും കിട്ടിയിട്ടുമുണ്ട്. ഇനി അത് CCTV ഇല്ലാത്തോടത്ത് കൊണ്ടുപോയി ചാമ്പി വിട്ടതാണോ, അതോ CCTV ഉള്ള സ്ഥലം അറിഞ്ഞ് മാറ്റിപ്പിടിച്ച് കൊണ്ടുപോയതാണോ, CCTV ഉണ്ടായിട്ട് ഇനി അത് വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെ ഹൈദർബായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഇടിയുടെ വിഷ്വൽസ് CCTV ഫുട്ടേജിൽ കിട്ടിയത് പോലീസുകാരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ TV ചാനലിലൂടെ കണ്ട കാര്യം തെറ്റാണ് എന്ന് ഹൈദരാബാദ് കൃത്യമായി പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു കോൾ റെക്കോർഡൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതിലെ CCTV വിഷ്വൽ ഉണ്ടെന്ന് പോലീസുകാരൻ പറയുന്നത് ഹൈദരാബാദിനോട് ആ ഒരു ഓഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടുകൊണ്ട് അടിസ്ഥാനത്തിൽ അതിനകത്ത് ഒരു വാർത്ത, ഒരു മെയിൻ ചാനലിൽ ഒരു കാർഡ് വന്നു, ആ പോലീസ് CCTV ദൃശ്യങ്ങൾ എടുത്തു, അതിൽ ദൃശ്യങ്ങളൊന്നുമില്ല, അതിൽ കഴമ്പില്ല എന്നും പറഞ്ഞൊരു വാർത്ത വന്നു. അതിന്റെ വാസ്തവം എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ അവര് തന്നെ അന്വേഷണം നടത്തിക്കോട്ടെ. FIR അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്കാം, അവരത് അന്വേഷണം നടത്തിയിട്ട് എന്താ ചെയ്തത്. അതില് CCTV ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ സാറേ? പിന്നില്ലേ, ആ പറയണ ഇങ്ങനെ അയാൾ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഉണ്ട്. പരാതിയിൽ വാസ്തവമാണ്. പിന്നെ ആ പരാതിയിൽ കഴമ്പുണ്ട്. പിന്നെ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം എന്ന് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഒരു ദിവസം ചെന്ന് കൊത്തിയെടുക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല. അപ്പൊ ഈ അതിന്റെ എല്ലാം റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ ശേഖരിക്കും. അപ്പൊ എവിഡൻസും കാര്യങ്ങളൊക്കെ പോലീസിനേലും മുന്നേ ചാനലുകാരെടുത്തെന്ന് പറഞ്ഞാൽ അവര് തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ എന്താ ഒരു നിയമവ്യവസ്ഥ ഉള്ളത്? സംഭവമൊക്കെ ഉള്ളതാണ്. ഇയാള് അവിടെ ചെന്നു, കയർത്ത്, സംസാരിച്ചു, പിടിവലി ഉണ്ടായി, ഇതൊക്കെ ഉണ്ടായി. പക്ഷെ അങ്ങനെ ഉണ്ടായ സംഭവത്തില് ബാക്കി അതിന് വേണ്ട തെളിവുകൾ പോലീസ് മുഴുവൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആവശ്യമുള്ള CCTV നോക്കി പരിശോധിച്ചു. അതിലും ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ CCTV വിഷ്വൽസ് ഉണ്ട്. കേസിന്റെ വഴിക്ക് തന്നെ കേരള പോലീസ് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാവുന്നത്. ഇതിനിടയിൽ AMMയും FEFCയും കൂടി ചേർന്ന് 2-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഈ വിഷയം ഒത്തുതീർപ്പാക്കാനായിരിക്കണേ, അല്ലെങ്കിൽ അങ്ങനെ സാധനം വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് 2-ാം തീയതി മാത്രം കണ്ടറിയേണ്ട ഒരു വിഷയമായിട്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്ന് ഉണ്ണി മുകുന്ദൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയിൽ, ഹാവ് സബ്മിറ്റഡ് an official complaint to the Honorable DGP and ADGP seeking justice. End of this journey, the truth will prevail എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. തന്നെ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. തനിക്കെതിരെ നടക്കുന്ന വ്യാജമായിട്ടുള്ള പരാതിയും പരിപാടികളും PR വർക്കും ഇപ്പോൾ ഓപ്പോസിറ്റ് വരുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പുറത്തെ ആളുടെ PR വർക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഇന്ന് ഉണ്ണി മുകുന്ദൻ പോസ്റ്റ് ചെയ്തതായിട്ട് കണ്ടു. ഓക്കെ, ഇതിനിടയിൽ അധികം ആരും ശ്രദ്ധിക്കാതെ വിട്ടുപോയൊരു സാധനമാണ്, വിപിൻ എന്നോട് കുറ്റസമ്മതം നടത്തിയിട്ടില്ല. ഓക്കെ, അതായത് വിപിൻ കുമാർ ഈ പറഞ്ഞ മേപ്പടിയാൻ്റെ ഡയറക്ടറായിട്ടുള്ള വിഷ്ണു മോഹനോട് കുറ്റസമ്മതം നടത്തി എന്നുള്ളൊരു വേർഷൻ ഉണ്ണി മുകുന്ദൻ്റെ ഒരു സംസാരത്തിലുണ്ടായിരുന്നു. ഓക്കെ, ആ സാധനം ഇല്ല, അതില്ല എന്നുള്ളത് മാതൃഭൂമി ന്യൂസിന് അവരുടെ ഒരു ഒഫീഷ്യൽ ബൈറ്റായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. അവരുടെ വെബ് പോർട്ടലിലാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അതധികം അങ്ങനെ ആരും ചർച്ച ചെയ്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ അതെന്താ അങ്ങനെ എന്നുള്ളതും കൂടി ഒന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ടൊവീനും മറ്റേ ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള
ചാറ്റ് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ണിമുന്തൻ. ഓക്കെ, മോഹൻലാലിൻ്റെയും മമ്മൂക്കാൻ്റെയൊക്കെ ആ ഒരു ഇമോജി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു കാര്യം മനസ്സിലായി, ഇവരെല്ലാവരും ലാലേട്ടൻ്റെയും മമ്മൂട്ടീൻ്റെയും ഇമോജിയാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. എന്താണെങ്കിലും അതങ്ങനെ ഒരു സൈഡിൽ അതിങ്ങനെ കുറച്ച് ചർച്ചയൊന്നും ആയിട്ടില്ല, എന്നാലും അതങ്ങനെ ആ വഴിക്ക് പോയി. അപ്പോൾ എന്താണെങ്കിലും അടിപിടി നടന്നിട്ടുണ്ട്. ഓക്കെ, ഉന്തും തള്ളും അടിയും പരിപാടികളും നടന്നു എന്നുള്ളത് കൺഫേം ആയല്ലോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ അടി കിട്ടേണ്ടവനാണ്, അത് കിട്ടിയിട്ടുണ്ട്. അതും കിട്ടേണ്ട ആളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി കുറേ പേര് എന്നോട് പറഞ്ഞത്, നീ ഇത്രയൊക്കെ വീഡിയോ ചെയ്തില്ലേ, എന്തുകൊണ്ട് ഉണ്ണിമുന്തനിട്ട ആ ഒരു എക്സ്പ്ലനേഷൻ പോസ്റ്റ് നീ വീഡിയോ ആക്കിയില്ല എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഈ വിഷയത്തിൽ ഞാൻ 2 വീഡിയോയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ വീഡിയോയിൽ ഉണ്ണിമുകുന്ദൻ്റെ പോസ്റ്റ് വരുന്നതിന് മുമ്പെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. ആൻഡ് എൻ്റെ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറയുന്നുണ്ട് മാർക്കോ റിലേറ്റഡ് ആയിട്ട് നടന്ന ഒരു ഇഷ്യൂ. ഈ വിപിൻ ജീവിതം അവസാനിപ്പിക്കുമേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പിടിച്ച് ഓടി പോയൊരു സംഭവം, അതിൻ്റെ പിന്നാലെ മാർക്കോൻ്റെ പ്രൊഡ്യൂസറും ഉണ്ണിമുകുന്ദനും ബാക്കി കുറച്ച് ആൾക്കാരും കൂടി ഇവനെ ഇതാ വരുന്നു ഞങ്ങൾ രക്ഷിക്കാമെന്ന് പറഞ്ഞ് പോയ പോക്കും. അതായത് ഞാൻ ഇട്ട വീഡിയോൻ്റെ മുകളിൽ അവനാരും സപ്പോർട്ട് ചെയ്തില്ല. വിപിൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ എക്സ്പോസ് ചെയ്തു, ആരും സപ്പോർട്ട് ചെയ്തില്ല. അല്ലെങ്കിൽ അന്ന് ഇവൻ ക്രെഡിറ്റ് അടിച്ച് മാറ്റി എന്ന് പറഞ്ഞ് റിൻസിയുടെ കാര്യങ്ങളും റിൻസിയുടെ കമൻറ്റും പരിപാടികൾക്കൊന്നും ആരും റിൻസിയെ ഒപ്പോസ് ചെയ്തില്ല. ഇതൊക്കെയാണ് അവൻ്റെ പ്രശ്നം. അപ്പം ഞാനിത് ഓൾറെഡി ഉണ്ണിമുന്തൻ്റെ പോസ്റ്റ് വരുന്നതിന് മുമ്പ് വീഡിയോ ഇട്ട് പറഞ്ഞതാണ്. ഉണ്ണിമുന്തൻ്റെ പോസ്റ്റിനകത്ത് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ഫൈൻ, ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാനത് വായിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വിപിൻ കുമാർ കോണ്ടാക്റ്റഡ് മീ വെൻ ഇൻ വാസ് അബൌട്ട് ടു പ്രൊഡ്യൂസ് മൈ ഫസ്റ്റ് film under my own production around 2018. He introduced himself as the PR of many reputed celebrities from the industry. He was never assigned as my personal manager ever on records. ഓക്കെ, അപ്പോൾ എൻ്റെ പേഴ്സണൽ മാനേജർ അല്ല. ആസ് യൂഷ്വൽ വിപിൻ പലരുടെ അടുത്തും പറയുന്നത് പോലെ വേറെ കുറേ ആളുകളുടെ മാനേജറാണ് എന്നുള്ള രീതിക്ക്, PR ആണ് എന്നുള്ള രീതിക്കൊക്കെയാണ് ഈ പറഞ്ഞ ഉണ്ണിമുന്തനെ അപ്രോച്ച് ചെയ്തതെന്നുള്ളതാണ് ഉണ്ണിമുന്തൻ തുടക്കത്തിലേ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ എനിക്ക് സംസാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസിഡൻ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ണി വെറും ഉണ്ണിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സ് മേജർ രവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അങ്ങേരുടെ വേർഷനിലാണ് ഈ ഉണ്ണി വെറും ഉണ്ണിയാണ്, എടുത്തുചാട്ടമാണ് എന്നുള്ള സാധനം വന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങേര് അങ്ങനെ പറഞ്ഞത്? പണ്ട് ഇവർ രണ്ടാളും തമ്മിലുള്ള ഇഷ്യൂവിൽ അതിൻ്റെ മുകളിലുള്ളൊരു ദേഷ്യം കൊണ്ട് പറഞ്ഞതാണോ, എന്താണ് വിഷയം എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോഴാണ് വേറൊരു ചേട്ടൻ്റെ വീഡിയോ ഞാൻ കാണാനിടയായത്. ആ ചേട്ടനെ ഈ പറഞ്ഞ വിപിൻ അപ്രോച്ച് ചെയ്തത് പൃഥ്വിരാജിൻ്റെ മാനേജറാണ് എന്ന് പറഞ്ഞ് ഈ മേജർ രവീൻ്റെ പേജ് അന്ന് ഹാൻഡിൽ ചെയ്തിരുന്ന വ്യക്തിയെ ഇവൻ അപ്രോച്ച് ചെയ്ത് ആ പേജ് ഇവൻ വാങ്ങിയെടുത്ത്, എന്നിട്ട് പിന്നെ നാട്ടുകാരോടും ഈ പറഞ്ഞ വ്യക്തിയോടൊക്കെ പറഞ്ഞത് മേജർ രവീൻ്റെ മാനേജർ ഇയാളാണ്. മമ്മൂക്കാൻ്റെയും മോഹൻലാലിൻ്റെയും മാത്രം മാനേജർ ആവാനേ ഇനി ബാക്കിയുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വിപിൻ ബാക്കി എല്ലാവരുടെ മാനേജറും ഇവനായിട്ടുണ്ട് എന്നുള്ളതാണ് ചെറിയൊരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ആ ചേട്ടൻ്റെ വീഡിയോ അത്യാവശ്യം പേര് കണ്ടിട്ടുണ്ട്. ഞാനത് വെക്കുന്നില്ല, കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അങ്ങേരുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഫൈൻ, അപ്പോൾ ഇനി അടുത്ത വായിക്കാം. മൈ ഫസ്റ്റ് ഇഷ്യൂ വിത്ത് വിപിൻ ഹാപ്പൻ ഡ്യൂറിങ് ദ ഷൂട്ട് ഓഫ് റീസെൻ്റ്ലി റിലീസ്ഡ് മാർക്കോ. When he had a major fallout with the employee of Obscura Entertainment led by Saban. Rinzi ആയിട്ടുള്ള ഇഷ്യൂ ആണ്. They went public and it was extremely disheartening for the film. Vibin had yelled at me for not giving me the entire credit of this film, which was not fair under my ethics. കറക്റ്റ് കാര്യമാണ്. ഓക്കെ, സംഗതി ഉണ്ണിമുന്തനുമായിട്ട് കുറച്ച് പോട്ടാപ്പോട്ടിയൊക്കെ ഉണ്ടെങ്കിലും ഇവൻ ഈ പറഞ്ഞ പരിപാടി കറക്റ്റാണ്. അതായത് ആ സിനിമേൻ്റെ കംപ്ലീറ്റ് പ്രൊമോഷനും ഈ വിപിനൊന്നും അല്ല എടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കംപ്ലീറ്റ് ഒന്നും ഇവനല്ല ചെയ്തത്. അതിന് ഒബ്സ്ക്യൂറ മീഡിയയും വേറെ സബാനും റിൻസിയും, എന്തിനാ അതിൻ്റെ പ്രൊഡ്യൂസർ ഷെരീഫ് അടക്കം. ഷെരീഫൊക്കെ അതിനൊരു മേജർ റോളുണ്ട് അതിൻ്റെ ഈ പറഞ്ഞ പ്രൊമോഷൻ്റെ കാര്യത്തിന്. മാർക്കോൻ്റെ പ്രൊമോഷൻ്റെ സക്സസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു പങ്ക് ഷെരീഫിനുമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വിപിൻ മാത്രം കയറിയിട്ട് ഇതിന് വിപിനൊരു ക്രെഡിറ്റ് കൊടുക്കണ്ടേ എന്നുള്ളൊരു സംഗതി വരാതിരിക്കില്ലല്ലോ. അപ്പോൾ
പല സ്ഥലങ്ങളിലും ഇവൻ ഈ ക്രെഡിറ്റ് അടിച്ച് മാറ്റുന്ന രീതിയിൽ കുറേ അവാർഡും സാധനമൊക്കെ മേടിച്ച സമയത്ത് അതിൻ്റെയൊക്കെ ഓഡിയോ സാധനങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഇനിയിപ്പോൾ ഇതിനിടയിൽ എന്തിനത് എന്നുള്ളതുകൊണ്ടാണ് ഇവനെ വെക്കാത്തത്. ഇവന് കുറേ അവാർഡൊക്കെ കിട്ടി, എവിടെ നിന്നൊക്കെ കുറേ അവാർഡൊക്കെ മേടിച്ചു, കുറേ ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ പണിയെടുത്തവർക്ക് വിഷമം ഉണ്ടാവില്ലേ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി? ഇതെന്തെന്നാ ഇത്? എല്ലാം JCBൻ്റെ തുമ്പിക്കയ്യാണ്. ഇങ്ങനെ എല്ലാം എനിക്ക് എന്ന് പറഞ്ഞാൽ വാരിയെടുക്കാൻ, അങ്ങനെ വാരിയെടുക്കാൻ നോക്കി ബാക്കിയുള്ളവർ റിയാക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്ത് സീനായി. അതാണ് ഞാൻ പറഞ്ഞ മാർക്കോൻ്റെ സമയത്ത് ഞാനിട്ട വീഡിയോ, മനസ്സിലായോ? ഞാനിട്ട വീഡിയോനകത്ത് അന്ന് റിൻസിട്ട കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ആ ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉണ്ണി മുന്തൻ സംസാരിക്കുന്നത്. പിന്നെ അതിനുശേഷം നടന്ന നാടകവും. ഇപ്പം ഞാൻ തീർന്നേ, ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് ഓടിയതാണോ അതോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടാണോ എന്നറിയില്ല, അതോ ഇനി ഇവർ കാണാൻ വേണ്ടി മാത്രം ഇട്ടിട്ടുള്ള സ്റ്റാറ്റസ് ആണോ എന്നറിയില്ല. ഇവൻ്റെ പിന്നാലെ വാലും പൊക്കിയെന്ന് ഇവരെല്ലാവരും കൂടി ഓടി. അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ടായി. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്. Further, it was brought to my notice that several issues that badly affected my concerning work were happening due to this individual. I started getting many complaints regarding Vibin for gossiping and loose talks from new and reputed filmmakers. I added, this individual had done something extremely unforgiving as a work colleague and as a friend. അപ്പോൾ കുറേ പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉണ്ണിമുന്തൻ പറയുന്നത്. വർക്കിലൊക്കെ പണി പാളിയിട്ടുണ്ട്. അതും കുറേ പേര് വീഡിയോ ഇട്ടും കമൻ്റ് ഇട്ടും ഒക്കെ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഓക്കെ, കാരണം ഉണ്ണിമുന്തൻ്റെ അടുത്തേക്ക് ഒരാൾക്ക് സ്റ്റോറി കൊണ്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടികൾ കാണിക്കുക, പ്രൈസ് ഹൈ ആക്കി വെക്കുക, പിന്നെ ഈ അവൈലബിലിറ്റി കുറച്ച് വെക്കുന്ന ഒരു പരിപാടി. ഞാൻ പറയാം, ചില ഈ ഉണ്ണിമുന്തന്നല്ല ഒട്ടുമിക്ക എല്ലാ സ്റ്റാറുകളും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമ്മളൊന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്ന പരിപാടിയോ. പക്ഷേ ഇതേപോലുള്ള പേഴ്സണൽ മാനേജേഴ്സ് എന്ന് പറയപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ അതിനൊക്കെ പ്രൈസ് ചാർജ് ചെയ്യും. ഇവരോട് പറയും, അയ്യോ അങ്ങനെ അവൈലബിൾ ആവരുത്. മനസ്സിലായോ? ചില ആളുകൾക്ക് ഈ PR വർക്കേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയാണ്, നിങ്ങൾ അവൈലബിലിറ്റി കുറയ്ക്കണം, നിങ്ങൾ അവൈലബിൾ ആവരുത്, നിങ്ങൾ അപ്പോഴാണ് നിങ്ങൾ സെലിബ്രിറ്റി ആവുക. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ കാണിച്ച് സൈഡാക്കാനാണോ എന്ന് അറിയില്ല, എന്നാലും ആ പണി കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. Anyways, on meeting him in person, he simply ignored all my concerns. He claimed he has the support from few of my friends from the industry. He later apologized for all the wrongdoings in front of me and Vishnu Nithan, a friend who had just confirmed this is in an interview he gave to Manorama Online. ഓക്കെ, വിഷ്ണു നിത്താൻ എന്താണെങ്കിലും അത് പറഞ്ഞിട്ടുണ്ട്. അവൻ അപ്പോളജി പറഞ്ഞിട്ടുണ്ട്. അവിടെ കാഷ്വലായിട്ട് ഇവർ പോയ കാര്യങ്ങൾ ചോദിച്ച് വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ, സിൻസ് he had access to all my digital data, I then requested him to submit a written apology. He did not send it. Rather, I saw an entirely false, fake and alarming allegation circulating against me on news portal and social media. അതായത് ഫെയർ സാധനമാണ്, ഒരു അപ്പോളജി ലെറ്റർ വാങ്ങണം. കാരണം ഒരാളെ പിരിച്ചു വിടുന്ന സമയത്ത് എന്തിന് നാളെ പിരിച്ചു വിട്ടു എന്നുള്ള ചോദ്യം വരും. കാരണം ഇവർക്കൊക്കെ യൂണിയനും പരിപാടിയൊക്കെ ഉള്ള PROs, PR അങ്ങനത്തെ പരിപാടിക്കൊക്കെ യൂണിയൻസ് ഉണ്ട്. അപ്പോൾ ചുമ്മാ ഒരാളെ പണിയിൽ നിന്ന് പിരിച്ചു വിടുക, അപ്പം പണിക്കാരനായി വെച്ചിട്ടുണ്ടോ? അപ്പോൾ അതിനൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ എന്ത് പണിക്കാരനായിരിക്കും? പേഴ്സണൽ മാനേജർ അല്ലെങ്കിൽ എന്തായിരിക്കും? PR, ഉണ്ണിമുന്തൻ്റെ PR. അപ്പോൾ അങ്ങനെ ഒരു അപ്പോളജി ലെറ്റർ, ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ ചെയ്തത് മാപ്പ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുള്ളൊരു സാധനം എഴുതി തന്നിട്ട് വിട്ട വണ്ടി എന്ന് പറഞ്ഞ് അത് ചെയ്തില്ല. അതിന് വരെ അവിടെ ഇവിടെയായിട്ട് ഉണ്ണിമുന്തനെ കുറിച്ച് ഗോസിപ്പടിച്ച് നടന്നു എന്ന് പറയുന്നു. There was no physical attack at any point of time as he claims, and the allegation put forth are absolutely false and untrue. അത് എനിക്ക് തോന്നുന്നുണ്ട്. ആ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ പബ്ലിക്കിലൊരു പോസ്റ്റ് ഇടുന്നത് കൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ പോസ്റ്റ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് വല്ല വക്കീലോടും ചോദിച്ചിട്ടുണ്ട് എന്തായിരിക്കും കുത്തിയിട്ടുണ്ട്. The whole place is under CCTV scanning. Please verify the same before arriving at any conclusion. അതുപോലെ കൺക്ലൂഷൻ ആയല്ലോ, പോലീസുകാരനെ പറഞ്ഞല്ലോ ഫുട്ടേജ് ഉണ്ട് എന്നുള്ളത്. It also got to my knowledge that this individual has been telling people that I am extremely busy for 5 years, potentially cutting down my work. He has been spreading inhuman rumors about me. He even went to an extent of contacting a female actress, ഇത് മീൻസ് ആണ് കേട്ടോ, and asking her to marry me, which had led to a major
alteration between me and him. എങ്ങനെ ഇരിക്കുന്നു? ഒന്നാമത് 5 കൊല്ലത്തിന് ബിസിയാന്ന് പറഞ്ഞിട്ടോ അതൊരു ഒരു നടൻ ഇങ്ങനെ ബിസിയാവില്ല. 10 കൊല്ലത്തേക്കില്ല, 5 കൊല്ലത്തേക്കില്ല എന്നൊക്കെ. ഒരു മാർക്കോൻ്റെ ഹിറ്റ് കാരണം ഉണ്ണിമൂന്നൻ 5 കൊല്ലത്തേക്ക് അവൈലബിൾ അല്ല എന്നൊക്കെ പറഞ്ഞു വരും. അതൊക്കെ ഒരാളുടെ കരിയർ പൊട്ടിക്കുന്ന പരിപാടിയാണ്, അത് വർക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ഈ നടിയെ വിളിച്ച് കല്യാണം കഴിക്കണം എന്നൊക്കെ പറയാൻ ഞാൻ പറയുന്നില്ല, അങ്കിളാണോ ഇപ്പോൾ വിപിൻ? എന്താണെങ്കിലും അങ്ങനെ ഒരു സംഗതി നടന്നു, അതൊരു കച്ചറയായി. He even threatened me verbally of using his resources to defame my reputation in the society. I have always maintained a professional relationship with my colleagues, but this person is extremely poisonous. Okay. എന്താണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ തിരിച്ചറിയുന്നത് നല്ലതാണ്. എവ്രി വേർഡ് സ്പോക്കൺ ബൈ ദിസ് ഇൻഡിവിജ്വൽ ഈസ് ആൻ അബ്സല്യൂട്ട് ലൈ. അത് നോണപ്പോൾ എല്ലാവരും പറയും, ഞാനും പറയും, ഉണ്ണിമുന്തനും പറയും, വിപിനും പറയും. അങ്ങനെ എല്ലാവരും നല്ല കുട്ടികളൊന്നുമല്ല. ഓക്കെ, ഐ ഡിനൈ ഓൾ അലിഗേഷൻസ്. അവനങ്ങനെയല്ലേ എഴുതും. ഞാൻ അടുത്തത്, ഐ എം ജസ്റ്റ് ആൻ ഈസി ടാർഗറ്റ്. ഹീ ഈസ് ത്രെട്ടനിങ് ആൻഡ് ഹറാസിങ് മീ ഫോർ സം undue gain and benefits. I strongly believe some people who are not happy with my professional and personal life are helping this man to ruin the career I have built this career through sheer hard work and perseverance. I believe in truth, though I may be subjected to all sort of victimization and harassment. Regards, Unni Mukundan എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആ മാർക്കോ സീനാണ് ഇവിടെ പ്രശ്നമായത്. മാർക്കോൻ്റെ ക്രെഡിറ്റ് അടിച്ച് മാറ്റി ഇവൻ പോയത്, ഒബ്സ്ക്യൂർ എൻ്റെ റിൻസി അടക്കം ബാക്കിയുള്ളവർ അതിന് നല്ല രീതിയിൽ എന്ത് ചെയ്തു, ഇവൻ്റെ ക്രെഡിറ്റ് അടിച്ച് മാറ്റലിന് എടുത്ത് എക്സ്പോസ് ചെയ്തു. ഞാനെടുത്തിട്ട് വീഡിയോ ചെയ്തു. പിന്നെ എനിക്കിട്ട് വെച്ച വെപ്പും ഞാനതിൽ കൃത്യമായിട്ട് പറഞ്ഞു. അത് മാത്രമല്ല, ഫാൻസ് ഇവിടെ കുറേ കാലമായിട്ട് ഉണ്ണിമുന്തൻ്റെ ഫാൻസ് പറയുന്ന ഏതെങ്കിലും ഒരു ഉണ്ണിമുന്തൻ്റെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അപ്പോഴത്തേക്കും എന്താവും, എവിടെന്നെങ്കിലുമൊക്കെ ഈ പാർട്ടികൾ കയറി വരും. മനസ്സിലായോ? കുറേ BJP എലമെൻറ്റ്, കുറേ സംഘപരിവാർ എലമെൻറ്റ്, കുറേ മറ്റേ സമാജം എലമെൻറ്റൊക്കെ കയറി വരും. അല്ലെങ്കിൽ കുറേ ഗോസിപ്പ്, ഏതെങ്കിലും ഒരു നടിമാരെയൊക്കെ വെച്ചിരുന്ന ഈ ഉണ്ണിമുന്തൻ്റെ കല്യാണം, ഉണ്ണിമുന്തൻ്റെ ഗോസിപ്പ്, ഉണ്ണിമുന്തൻ്റെ ഇതൊന്നൊക്കെ ഒരു എക്സെപ്ഷണൽ കേസായിരുന്നു മാർക്കോ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പ്രൊഡ്യൂസർ ഷെരീഫ്, ഒബ്സ്ക്യൂറിൻ്റെ ടീം, ഇവരൊക്കെ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ ആ പടം അവിടെയാണ് അവർ കയറ്റിയത്. ദ മോസ്റ്റ് വയലൻറ്റ് മൂവി എന്ന് പറഞ്ഞാൽ അവിടെയാണ് അവർ കയറ്റിയത്. എന്നിട്ടും അതിനിടയിൽ ഇവ എനിക്കിട്ട് പണിഞ്ഞടി. പിന്നെ കുറേ പേര് ഇപ്പോൾ ഇൻഡസ്ട്രിക്കകത്തുള്ളവർ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സായി ഇപ്പം നിന്നിലേക്ക് എത്തിയ വേർഷനോ അല്ലെങ്കിൽ നിനക്ക് കിട്ടിയ ഒരു ഇതിലും വിപിൻ നിനക്കിട്ട് പണിഞ്ഞു എന്നുള്ളതായിരിക്കും. പക്ഷെ നിനക്കിട്ട് വിപിൻ പണിയുമ്പോഴും അത് ഉണ്ണിമുന്തനെ അറിയാതിരിക്കൂ. ഉണ്ണിമുന്തൻ അപ്പോൾ ആ പണിക്ക് എന്താണെങ്കിലും ഒരിത് വെക്കില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഒരാളെ പണിയാനിപ്പോൾ ഒരാൾ പറഞ്ഞാലും ഇങ്ങനെ പിന്നെ എനിക്ക് മാത്രമല്ല പണിയും കിട്ടിയിട്ടുള്ളത്. ഞാൻ അതും പറയാം ഈ വീഡിയോനകത്ത്. ഡോക്ടർ റോബിനോട് ചോദിച്ചു നോക്കിയത്, റോബിൻ എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയുമില്ല എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും റോബിന് കിട്ടിയ പണി എനിക്കറിയാം. ഓക്കെ, റോബിനും കുറച്ച് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ചെങ്ങായും പാവം ഒരു ടൈമിൽ നല്ല രീതിയിൽ കുറേ സാധനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. റോബിൻ്റെ മറ്റേ ഇതേപോലെ ഉണ്ണിമുന്തനും റോബിനും കൂടി ഒരു സ്റ്റേജിൽ വന്ന സമയത്ത് ഗോകുലത്തിൻ്റെ ആണ് തോന്നുന്നു, കോഴിക്കോട് വെച്ച് നടന്ന ഇവൻ്റ്. അതിനുശേഷം കുറേ അത്യാവശ്യം പരിപാടികൾ. എന്തിന് ഈ മാർക്കോടെ ഈ ഞാൻ പറഞ്ഞില്ല, എനിക്കിട്ടടിച്ച PR സമയത്ത് റോബിൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എനിക്കും ഉണ്ടല്ലോ പണി, ഇത് എവിടെ നിന്ന് എനിക്ക് പണി വരുന്നത്. മനസ്സിലായ? റോബിനും ഒരു പണി ഈ മാർക്കോൻ്റെ സമയത്ത്, അതായത് റോബിൻ ആ ഇനീഷ്യൽ ടൈമിൽ മാർക്കോ കണ്ടിട്ടില്ല, എന്നിട്ട് വരെ റോബിന് വെച്ചൊരു പണി ഇവർ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലും ഈ പറഞ്ഞ ഈ വ്യക്തിയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള പരിപാടികളൊക്കെ റോബിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ പറയട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ പറയുമായിരിക്കും. അവരൊരു മനുഷ്യന്മാരല്ല, നമുക്ക് ആരും അവർ പറയുമ്പോൾ പറയട്ടെ എന്നുള്ള രീതിക്ക്. എന്താണെങ്കിൽ അങ്ങനെ ഒരു പണി റോബിനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരാളെയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മാത്രമേ ഇപ്പം പണിക്കുള്ളൂ എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് ഉണ്ടാവും. അല്ല, അവിടെയും കിട്ടിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്, ക്ലോസ് ടു മീ, റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയ ഒരാളാണ്. അപ്പോൾ എന്താണെങ്കിലും കേസിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അമ്മിയും ഫെഫ്റ്റിയൊക്കെ ആ വഴിക്ക് സോൾവ് ചെയ്യുമ്പോൾ കേരള പോലീസ് വേറൊരു വഴിക്ക് സോൾവ് ചെയ്യും. ഉണ്ണിമുന്തനും കേസ് കൊടുത്തിട്ടുണ്ട്, വിപിനും കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാലുള്ള വിഷയം എന്താ പറ്റുക അറിയാം, ഉണ്ണിമുന്തനും നാറും, വിപിനും നാറും. കാരണം വിപിൻ്റെ കയ്യിൽ ഉണ്ണിമുന്തൻ്റെ കുറേ സാധനങ്ങളാണ്.
ഉണ്ണി മുന്തൻ്റെയിലും ഇതിൻ്റെ കുറേ സാധനങ്ങൾ കാണും. ഇതൊക്കെ ഇങ്ങനെ ഇനി സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങും. കാരണം ഒരാൾ മുങ്ങി തുടങ്ങിയെന്ന് കാണുമ്പോൾ അടുത്തോനും കൂടി വലിച്ച് താഴണമല്ലോ. അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ പുറത്തിടും. അപ്പോൾ ഓരോരുത്തരായിട്ട് മുങ്ങാൻ തുടങ്ങും. അതിനിടയിലാണ് AMM ഫെഫ്കിയും വരുന്നത്. അങ്ങനെ എല്ലാവരും മുങ്ങി തുടങ്ങിയ പണി പാടിയില്ലേ. അപ്പം പിന്നെ കൂടുള്ളവരും മുങ്ങൂല്ലോ. ആരും മുങ്ങരുത് എന്നുള്ളതുകൊണ്ട് എല്ലാവരും കൂടി പറയും കോംപ്ലിമെൻറ്റ്സ് ആക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 2-ാം തീയതി ആകുമ്പോഴത്തേക്ക് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ CCTV പിടിച്ച് വെക്കുന്ന പോലീസുകാരുടെ അവസ്ഥയാണ് ആലോചിക്കുന്നത്. പാടത്ത് നോക്കൂത്തിരിക്കണ പോലെ ഇരിക്കേണ്ടി വരും പാവങ്ങൾ.